നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. സെലൻസ്കിക്ക് സ്വീകരണം നൽകി ചാൾസ് രാജാവും സ്റ്റാർമറും. ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിക്ക് UK ഗംഭീര സ്വീകരണമാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ നൽകിയത്. UK നടക്കുന്ന യൂറോപ്യൻ നേതാക്കളുമായുള്ള ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് സെലൻസ്കി എത്തിയത്. ഈ ഉച്ചകോടിക്ക് മുൻപ് സെലൻസ്കിയുടെ ട്രംപുമായി നടത്തിയ കൂടിക്കാഴ്ച വലിയ പരാജയമായി ആണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. സമൂഹ മാധ്യമങ്ങളിൽ ട്രംപും സെലൻസ്കിയും തമ്മിലുള്ള വാഗ്വാദം വൈറലായിരുന്നു. അതിനു പിന്നാലെയാണ് യൂറോപ്യൻ യൂണിയൻ ഉക്രൈനിന് അചഞ്ചലമായ പിന്തുണ വാഗ്ദാനം ചെയ്യുന്നത്. റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിന് UKയും ഫ്രാൻസും ഉക്രൈനുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും തുടർന്ന് യൂറോപ്യൻ രാജ്യങ്ങളുടെ നിലപാട് US ചർച്ച ചെയ്യുമെന്നും പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ പറഞ്ഞു. പാർക്കിംഗ് സ്ഥലത്തെ പേയ്മെന്റ് മെഷീനുകളുടെ പിഴവുകൾ മൂലം ഡ്രൈവർമാർക്ക് വ്യാപകമായി പിഴ ചുമത്തുന്നതായി പരാതി. കാർ പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ സംഭവിക്കുന്ന പിഴവുകൾ കാരണം തങ്ങൾക്ക് അനാവശ്യ പിഴവുകൾ ചുമത്തപ്പെടുന്നതായുള്ള പരാതികളുമായി UKയുടെ പല ഭാഗത്തു നിന്നും ഡ്രൈവർമാർ രംഗത്ത് വരുന്ന സംഭവങ്ങൾ കൂടി വരികയാണ്. പലപ്പോഴും കാർ രജിസ്ട്രേഷൻ നമ്പർ ശരിയായി നൽകുന്നത് ബുദ്ധിമുട്ടുളവാക്കുന്ന രീതിയിലാണെന്നാണ് മിക്ക ഡ്രൈവർമാരും പരാതിപ്പെടുന്നത്. പേയ്മെന്റ് മെഷീനുകളിലെ ഇത്തരം പിഴവുകൾ ഡ്രൈവർമാർക്ക് അനാവശ്യ ചെലവുകളാണ് വരുത്തിവെക്കുന്നതെന്ന് പലരും പരാതികളിൽ പറയുന്നു. എന്നാൽ പേയ്മെന്റ് മെഷീനുകളിൽ പ്രശ്നമുണ്ടെന്ന ആരോപണം എക്സൽ പാർക്കിംഗ് നിഷേധിച്ചു. UKയിൽ ട്രെയിൻ നിരക്കുകൾ കൂട്ടി. ട്രെയിൻ നിരക്കുകളിൽ 4.6% വർധനവാണ് നേരിടേണ്ടി വരുന്നത്. സാധാരണ നിരക്കുകൾക്ക് പുറമെ മിക്ക റെയിൽ കാർഡുകളുടെയും നിരക്കുയരും. ചില കാർഡുകൾക്ക് 17% വരെ നിരക്ക് വർദ്ധിച്ച് 30 പൗണ്ടിൽ നിന്ന് 35 പൗണ്ടായി ചെലവുയരും. ക്യാമ്പയിൻ ഫോർ ബെറ്റർ ട്രാൻസ്പോർട്ട് പഠനമനുസരിച്ച് ലണ്ടനിലേക്കുള്ള 12 പതിവ് റൂട്ടുകൾ വാർഷിക റെയിൽ സീസൺ ടിക്കറ്റിന് ചെലവ് 6000 പൗണ്ടിന് മുകളിലേക്കാണ് ഉയരുന്നത്. പുതിയ വാടക ഫ്ളാറ്റുകൾ നിർത്തലാക്കാൻ UK സർക്കാർ നീക്കം. ഈ പാർലമെന്റിന്റെ കാലാവധി അവസാനിക്കുമ്പോഴേക്കും ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും ലീസ് ഹോൾഡ് സംവിധാനം നിർത്തലാക്കാനുള്ള പദ്ധതികൾ UK സർക്കാർ പ്രഖ്യാപിച്ചു. ഇത് ഏകദേശം 5 ദശലക്ഷം വീടുകളെ ബാധിക്കും. ലീസ് ഹോൾഡുകൾക്ക് കീഴിലുള്ള പുതിയ ഫ്ളാറ്റുകളുടെ വിൽപ്പന നിരോധിക്കുകയും കോമൺ ഹോൾഡ് ഓണർഷിപ്പിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നാണ് നിർദ്ദിഷ്ട പരിഷ്കാരങ്ങളുടെ ലക്ഷ്യം. 2025 സുപ്രധാന ഇവന്റുകൾ മുൻകൂട്ടി പ്രഖ്യാപിച്ച് യുക്മ. 2025 3 സുപ്രധാന ഇവന്റുകളുടെ തീയതി പ്രഖ്യാപിച്ച് യുക്മ ദേശീയ സമിതി. പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബി സെബാസ്റ്റ്യന്റെ അധ്യക്ഷതയിൽ ചേർന്ന ദേശീയ സമിതിയുടെ ആദ്യ യോഗത്തിൽ തന്നെ ദേശീയ കായികമേള, കേരളപൂരം വള്ളംകളി, ദേശീയ കലാമേള എന്നീ സുപ്രധാന ഈവന്റുകളുടെ തീയതികൾ പ്രഖ്യാപിച്ച് ഈ വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. 2025 ജൂൺ 28 ശനിയാഴ്ച യുക്മ ദേശീയ കായികമേള നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. ദേശീയ കായികമേളയ്ക്ക് മുന്നോടിയായി റീജിയണൽ മേളകൾ നടത്തപ്പെടും. 7ാമത് യുക്മ കേരളപൂരം വള്ളംകളി ഓഗസ്റ്റ് 30 ശനിയാഴ്ച നടത്തപ്പെടും. UKയിലെ കലാപ്രേമികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന 16ാമത് ദേശീയ കലാമേള 2025 നവംബർ 1 ശനിയാഴ്ച നടത്തുന്നതിന് ദേശീയ സമിതി തീരുമാനിച്ചു. യുക്മ കായികമേള, കലാമേള എന്നിവയ്ക്കുള്ള നിയമാവലി സമയബന്ധിതമായി യുക്മ ദേശീയ സമിതി പ്രസിദ്ധീകരിക്കുന്നതാണ്. UK മലയാളികൾ ഏറെ ആവശ്യത്തോടെ കാത്തിരിക്കുന്ന യുക്മ റീജിയണൽ ദേശീയ കായികമേളകൾ, 7ാമത് യുക്മ കേരളപുരം വള്ളംകളി, കലാമേളകൾ എന്നിവ വൻ വിജയമാക്കുവാൻ മുഴുവൻ UK മലയാളികളുടെയും പിന്തുണയും സഹകരണവും ഉണ്ടാകണമെന്ന് ദേശീയ സമിതിക്ക് വേണ്ടി പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബി സെബാസ്റ്റ്യൻ, ജനറൽ സെക്രട്ടറി ജയകുമാർ നായർ എന്നിവർ അഭ്യർത്ഥിച്ചു. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ക്യൂ മലയാളം UK ന്യൂസ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫോളോ ചെയ്യുക.